ഉസ്താദവരുകൾ മറ്റു സ്റ്റേജിൽ ഉപവിഷ്ടരായ ബഹുമാനപ്പെട്ട അമീർ തങ്ങളടക്കമുള്ള സാദാത്തുക്കളെ പണ്ഡിതന്മാരെ എന്റെ മുമ്പിൽ ഒരുമിച്ച് കൊണ്ടിരിക്കുന്ന ആദരണീയരായ സമസ്തക്ക് കരുത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന നേതാക്കളെ ഉമറാക്കളെ ഉലമാക്കളെ അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഈ ജാഥ നമ്മുടെ ഈ കൊടാജ എന്ന പവിത്രമായ മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാം കൊണ്ടും അനുഗ്രഹമായി നമ്മുടെ കൊടാജ എന്ന് പറയുന്ന ഈ നാട് സമസ്തക്ക് വേണ്ടി എല്ലാ കാലത്തും അന്ന് മുതൽ ഇന്ന് വരെ എന്നും സമസ്തയോടൊപ്പം നിൽക്കുന്ന നാട്ടുകാരാണ് നമ്മുടെ ഈ മഹല്ല് നിവാസികളായ എല്ലാവരും. ഈ ബഹുമാനപ്പെട്ട മുമ്പറാണ് ഉസ്താദിന്റെ ഈ ജാഥ ഈ സ്വീകരിക്കാൻ വേണ്ടി ഇത്രയും ആളുകൾ കൂടിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം സമസ്ത എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനം നമ്മുടെ സവാദ് ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ എന്നല്ല ഈ ഇന്ത്യയിൽ എന്നല്ല ലോകാടിസ്ഥാനത്തിൽ തന്നെ വിലയിരുത്തിയാൽ ഇത്തരത്തോളം തുല്യതയില്ലാത്തൊരു പ്രസ്ഥാനം ലോകത്തുണ്ടോ എന്ന് തന്നെ ചിന്തിക്കേണ്ട രീതിയിലുള്ള വളർത്ത പ്രവർത്തനങ്ങളാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി പരിശുദ്ധമായ സമസ്തയ്ക്ക് വേണ്ടി ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 100ാമത്തെ വാർഷികം കൊണ്ടാടുമ്പോൾ അതിന്റെ ഒരു പ്രചരണം എന്നോണം നമ്മുടെ ദക്ഷിണ കന്നഡ ജില്ലയുടെ ഓരോ മുക്കുമൂലകളിലുള്ള സത്യവിശ്വാസികൾക്ക് സമസ്തയുടെ സന്ദേശം എത്തിക്കുക എന്ന അതിമഹത്തായ ഉദ്ദേശത്തോടുകൂടി ഈ ഒരു ജാഥ ഓരോ നാടുകളിലേക്ക് കടന്നു വരുമ്പോൾ എന്തായിരുന്നു സമസ്തയോടുള്ള ഇത്രയും വലിയ ഒരു ആദരവ്, ഓരോ നാടിനോട് മത്സര ബുദ്ധിയോടുകൂടെ ഈ ഒരു ജാഥയും സമസ്തയുടെ ആലിമീങ്ങളെയും നേതൃത്വത്തെയും സ്വീകരിക്കാനും അവർക്ക് അവർ ബഹുമാനിക്കാനും മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? അള്ളാഹു വിട്ടുകൊടുക്കുന്ന ഏറ്റവും വലിയൊരു ബഹുമാനത്തിന്റെ ആദരവിന്റെ ഭാഗമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അള്ളാഹുവിന്റെ ദീനിലേക്ക് പലതും കടത്തിക്കൂട്ടാനും ഉള്ളത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ 1926 മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ആ മഹിതമായ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചെങ്കിൽ ഇന്ന് തുല്യതയില്ലാത്ത നേതൃത്വമായി ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമാ സയ്യിദ് ജിബ്രീൽ മുത്തുക്കോയ തങ്ങളുടെ ഈ കരങ്ങളാൽ ഇന്ന് എത്തി നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഏറ്റവും വലിയൊരു കാവൽപടനായി ലോകത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ മഹാനായ സയ്യിദുൽ ഉലമാ ജിബ്രീൽ മുത്തുക്കോയ തങ്ങൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട 100ാമത്തെ വാർഷികം എന്ന് പറയുമ്പോൾ സമസ്തയുടെ ഒരുപാട് വാർഷികങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ നടന്ന എല്ലാ വാർഷിക പരിപാടികളെയും എല്ലാത്തിനെയും കവിച്ചു വെച്ചുകൊണ്ട് 100ാം വാർഷികം നടക്കുമ്പോൾ അതിന്റെ ഒരു സ്ഥാനത്ത് നിൽക്കുന്നത് മഹാനായ സയ്യിദുൽ ഉലമാ സയ്യിദ് ജിബ്രീൽ മുത്തുക്കോയ തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ ഭാഗ്യമാണ്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ തന്നെ കൈപിടിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഏൽപ്പിച്ചിട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ് ലോകത്ത് വലിയ സ്വീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ മഹാനവരുകളുടെ നേതൃത്വത്തിൽ അവർ അദ്ദേഹത്തിന്റെ അനുയായികളായി അതിന്റെ ഖാദിമീങ്ങളായി പ്രവർത്തിക്കാൻ തൗഫീഖ് കിട്ടിയ നമ്മൾ ഭാഗ്യവാന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ സന്താന പാരമ്പര്യങ്ങൾക്കും സമസ്തന്റെ ഉള്ളിൽ തന്നെ പലതും ഇല്ലായ്മ പലതും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ സമസ്തയെ തകർക്കാൻ വേണ്ടുന്ന ശക്തികൾക്കെതിരെ എല്ലാ നിലക്കും പ്രവർത്തിക്കാനും അതിനെ കരുത്തേകിക്കൊണ്ട് അതിനെ തടഞ്ഞു നിർത്താനുള്ള തൗഫീഖ് മഹാനായ വരക്കൽ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് മഹാനായ വന്യരായ ശംസുൽ ഉലമാ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ ഉംറാന ഉസ്താദിന്റെ ഈ ജാഥ ഈ വലിയ അല്ലാഹു വിജയത്തിലേക്ക് എത്തിക്കട്ടെ. ഈ ഉമ്മത്തിന് വേണ്ടി ഒരുപാട് കാലം നേതൃത്വം നൽകാനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ട് ഈ ജാഥയ്ക്ക് വേണ്ടി എല്ലാ നിലക്കുള്ള ആശംസകളും മനസ്സിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.